അങ്ങനെ ആർക്കും എതിരായി സംസാരിക്കുന്ന സ്വഭാവക്കാരനല്ല MT. സാറൊരു കോൺഗ്രസ് സഹയാത്രികനായിരുന്നു. ആയിരുന്നു. ഇപ്പോഴല്ല. എഴുത്തുകാരൻ എപ്പോഴും കാലത്തിൻ്റെ ശബ്ദമാണെന്ന് വിശ്വസിക്കുന്നയാളാണ്. അധികാരത്തിൻ്റെ ഭാവം മുഖത്ത് വായിക്കാവുന്ന നേതാക്കളുടെ കാലമാണോ ഇത്? ഏറെക്കുറെ അങ്ങനെ പറയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പുരോഹിതൻ എന്നിട്ട് ഒരു ബിഷപ്പിനെ വിളിക്കുന്നത് എടാ ഡാഷേ എന്നാണ് വിളിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു കല്ലിളകിയിരുന്നെങ്കിൽ എന്തായിരുന്നതിന് നമ്മുടെ വികാരം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. തലമുടിയിൽ ഒരു പോലീസുകാരി ചവിട്ടി പിടിച്ചുകൊണ്ട് ബ്ലൗസ് കീറുന്നത്, ഞാനാണെങ്കിൽ പിറ്റേ ദിവസം തൊപ്പിയും വെച്ചുകൊണ്ട് യൂണിഫോം ഇട്ട് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ജോർജ് ഓണക്കൂറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം ശ്രീ ജോർജ് ഓണക്കൂർ. നമസ്കാരം സർ. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ സമയത്ത് ഏറ്റവും വലിയ വിവാദമായി അലയടിക്കുന്നത് കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ശ്രീ MT വാസുദേവൻ നായർ നടത്തിയ പ്രസംഗമാണ്. സാറിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ. അത് ആർക്കെതിരെയാണെന്ന് ഒരു വിഭാഗം പറയുന്നു, ചിലർ പറയുന്നു അങ്ങനെയല്ല. എന്താണ് സാറിൻ്റെ ഒരു വീക്ഷണം ഇക്കാര്യത്തിൽ? ഒന്നാമത്തെ കാര്യം, അങ്ങനെ ആർക്കും എതിരായി സംസാരിക്കുന്ന സ്വഭാവക്കാരനല്ല MT. അദ്ദേഹം ഒരു ആത്മാവിഷ്കാരം നടത്തുകയാണ്. തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ഊഷ്മളമായി പറയുന്നയാളാണ് MT എന്നാണ് എൻ്റെ ഒരു പതിറ്റാണ്ടുകളുടെ പരിചയത്തിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവവും ആ സംസ്കാരത്തിൽ വിശ്വസിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ആർക്ക് എതിരായിട്ട് ചില സത്യങ്ങൾ പറയും. അത് എഴുത്തുകാരൻ്റെ കടമയാണ്. ആ സത്യങ്ങൾ ആരെങ്കിലും തുറച്ചു നോക്കുന്നുണ്ടോ? ഉണ്ടാവുമല്ലോ. അതിപ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവനെല്ലാം കാണാം, ഹൃദയം അടച്ചു വെക്കുന്നവന് അത് എന്താണെന്ന് തിരിച്ചറിയുകയില്ല എന്നുള്ള അവസ്ഥയേ ഉള്ളൂ. പക്ഷെ എഴുത്തുകാരൻ എപ്പോഴും കാലത്തിൻ്റെ ശബ്ദമാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഇപ്പോൾ MT വാസുദേവൻ നായർ ഈ പറഞ്ഞ ഇന്ന് നമ്മളിപ്പോൾ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഈ വർത്തമാനം അത് നേരത്തെ പറഞ്ഞതാണ്. ഒരു 2 പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞ ആശയത്തിൻ്റെ ഒരു ആവർത്തനം മാത്രമാണ്. പക്ഷേ ഇന്നും പ്രസക്തമാണ്. അതെ, അത് ഇന്നും പ്രസക്തമാണ്. ഇങ്ങനത്തെ കാലാവസ്ഥകൾ നിൽക്കുന്ന ഏതു കാലത്തും പ്രസക്തമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഈ കം ടു ദ പോയിന്റ് നമ്മൾ പറയില്ലേ, ഇപ്പോൾ MT പറഞ്ഞതിൽ എന്താ ഇപ്പോൾ ഇത്ര ഒരു പ്രസക്തമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, വർത്തമാനകാലത്ത് ഇത് വളരെ കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വ്യക്തിയല്ല ഞാൻ പറയുന്നത്, ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അധികാരം എന്നുള്ള ആ ഒരു ശക്തി കേന്ദ്രമുണ്ടല്ലോ, അത് രാഷ്ട്രീയത്തിലായാലും ശരി, മതത്തിലായാലും ശരി, അല്ലെങ്കിൽ സാമൂഹികമായ ഇടങ്ങളിലായാലും ശരി, എവിടെയും അധികാരം പിടിമുറുക്കുന്നത് പോലുള്ളൊരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. മുൻപുള്ള രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ എനിക്ക് ഒത്തിരി ആളുകൾ അറിയാം. പക്ഷെ ഒരിക്കലും അധികാരത്തിൻ്റെ ഒരു ഭാവം ആ മുഖത്ത് ഞാൻ വായിച്ചെടുത്തിട്ടില്ല. രാഷ്ട്രീയമില്ല. അധികാരത്തിൻ്റെ ഭാവം മുഖത്ത് വായിക്കാവുന്ന നേതാക്കളുടെ കാലമാണോ ഇത്? ഏറെക്കുറെ അങ്ങനെ പറയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ അവരവരിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. മുൻപത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആരുടെയും കുറ്റമല്ല, കാലത്തിൻ്റെ ഒരു മാറ്റം. ഞാൻ അങ്ങനെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. വ്യക്തികളിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് പകരം കാലത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്ന ഒരു എളിയ എഴുത്തുകാരൻ്റെ ഭാവത്തോട് കൂടിയിട്ട് ഞാൻ പറയുമ്പോൾ, ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്, നമുക്ക് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ല, ആരുടെയും വേദന കേൾക്കാൻ നമുക്ക് സമയമില്ല, ആരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടാൻ നമുക്ക് താല്പര്യമില്ല, നമുക്കെന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വർത്തമാനകാലത്താണ്. എഴുത്തുകാരനും അങ്ങനെയാണ്. എഴുത്തുകാരനെ സംബന്ധിച്ചും രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചും എഴുത്തുകാരൻ കുറച്ച് ഭേദം പാവങ്ങളാണ് എന്നുള്ളത് പറയാമോ? താരതമ്യം ചെയ്ത് നോക്കും, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു നിർദോഷ ജീവിയല്ലേ ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ ആലോചിച്ചു MT യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ അനുകൂലിച്ച് എതിർത്തു, അത് ഇത് ഇന്ന വ്യക്തിക്കെതിരെ പറഞ്ഞതാണെന്ന് ഒരു വിഭാഗം ആൾക്കാർ, എന്നാൽ അങ്ങനെ പറഞ്ഞതല്ല, ഇന്ന 2 വ്യക്തികൾക്കെതിരെ പറഞ്ഞതാണെന്ന് മറ്റൊരു വിഭാഗം. അതിനെക്കുറിച്ചൊക്കെ എന്ത് പറയും? MT പറയാനുള്ളത് പറഞ്ഞു. അത് വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ആംബിക്വിറ്റി ഒന്നുമില്ല, നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് പറഞ്ഞേക്കുന്നത്. അതിനെയും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദിയിലോ ഇട്ട് അലക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രശ്നം നിഗൂഢതയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ച് വെച്ചിട്ടുണ്ട് എങ്കിൽ പുറത്തു കൊണ്ടുവരണം. ഇതൊന്നുമില്ല, വളരെ പ്ലെയിനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആർക്ക് മനസ്സിലാവും ആരെക്കുറിച്ച് എന്നുള്ളതല്ല മനസ്സിലാകേണ്ടത്, അതിൻ്റെ വിഷയം എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിഷയത്തിനാണ് പരിഹാരം ഉണ്ടായത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ആര് വിചാരിച്ചാൽ ആ പരിഹാരം ഉണ്ടാവും? ഈ രംഗത്ത് നിൽക്കുന്ന എല്ലാവരും വിചാരിക്കണം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു അധികാരം എന്തുകൊണ്ടാണ് ഇന്ന് കേന്ദ്രീകരിക്കുന്നത്? ഇന്ന് എന്തുകൊണ്ടാണ്? വളരെ ഇൻസെക്യൂരിറ്റി ഉണ്ട്. നമ്മുടെ ഏത് രംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനായാലും മതനേതാവായാലും, ഇപ്പോൾ എന്തെങ്കിലും ഇതിനു മുമ്പ് എടാ എന്ന് പറഞ്ഞിട്ടുള്ള ബിഷപ്പിനെ വിളിക്കുന്നത് കേട്ടോ, നമ്മൾ അടുത്ത കാലത്ത് കേട്ടല്ലോ.
ഒരു പുരോഹിതൻ എന്നിട്ട് ഒരു ബിഷപ്പിനെ വിളിക്കുന്നത് എടാ ഡാഷേ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഒരു വിനയവും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വിധേയത്വം ഞാൻ പറയില്ല, പക്ഷേ വിനയം ആളുകൾ സൂക്ഷിക്കാറില്ലേ? രാഷ്ട്രീയ നേതാക്കളോട് ഒരു ഭയമുണ്ട്. ഭയം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? എൻ്റെ മേൽ കുതിര കയറാൻ വരും എന്നുള്ള വിചാരമുള്ളപ്പോഴാണ്. ഇപ്പം ആരെങ്കിലും എൻ്റെ മേൽ ഒരു അധികാരത്തിൻ്റെ തേരോട്ടം നടത്തും എന്ന് തോന്നുകയാണെങ്കിൽ ഭയം ഉണ്ടാകും, സ്വാഭാവികമാണ്. ഭയമുണ്ട്, ഭയമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഭയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ആലോചിക്കണം. എനിക്ക് നഷ്ടപ്പെടാൻ പലതുകൊണ്ടെന്ന് തോന്നുമ്പോഴാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സന്ദേഹം ഉണ്ടാകുമ്പോഴാണ് ഭയം വരുന്നത്. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കുഴപ്പം കൂടെയാണ്. MTയുടെ തന്നെ ശബ്ദം അല്ലെ, MT പറഞ്ഞത് ഇത്രയും പ്രസക്തമാകുന്നത് ഒന്ന് അത് MT ആയതുകൊണ്ടാണ്. പക്ഷേ രണ്ട്, എഴുത്തുകാരൻ്റെ മൗനം അല്ലെങ്കിൽ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പദവികൾക്ക് വേണ്ടി, അവാർഡുകൾക്ക് വേണ്ടി എഴുത്തുകാരൻ നടത്തുന്ന പക്ഷപാതം പിടിക്കൽ, അതിൽ നിന്നെല്ലാം അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ശബ്ദം കഴിഞ്ഞ കാലത്തൊന്നും കേട്ടിട്ടില്ല. പക്ഷേ MT പറഞ്ഞപ്പോഴാണ് ആ ഒരു ശബ്ദം, എഴുത്തുകാരൻ്റെ യഥാർത്ഥ ശബ്ദം പുറത്തു വന്നത്. അന്നേരം എഴുത്തുകാരെല്ലാം ഈ രീതിയിൽ ചിന്തിക്കുന്നവരാണ് അല്ലേ? അല്ല, ഞാൻ പറയട്ടെ, രാജേഷ് പറഞ്ഞതിൻ്റെ അടിയിലൊന്ന് ഞാൻ ഒരു വരിയിടാം. MT പറഞ്ഞപ്പോഴാണ് ഇത് കൂടുതൽ പ്രസക്തമായത്. എന്തുകൊണ്ട്? MT ഇങ്ങനെ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തിയല്ല. പൊതുവേദിയിൽ രാഷ്ട്രീയ പ്രസംഗം നടത്താറില്ല. അല്ല, രാഷ്ട്രീയ ഇടപെടലില്ലല്ലോ. എനിക്ക് അദ്ദേഹത്തെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അറിയാം. ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ MT ഏതെങ്കിലും കാര്യത്തിൽ നടത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വ്യക്തിപരമായ സ്വകാര്യതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ വ്യക്തിപരമായ കാലുഷ്യം വെച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും വിധിക്കുകയോ പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വ്യക്തിപരമായിട്ട് ഒത്തിരി നന്മകൾ എനിക്ക് എൻ്റെ മേൽ വർഷിച്ചിട്ടുള്ളൊരു വലിയ എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. നമ്മുടെ സാഹിത്യത്തിൻ്റെ മേലും അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹത്തിൻ്റെ കയ്യൊപ്പ് എപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ MT പറഞ്ഞതുകൊണ്ടാണത് പ്രസക്തമാകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ പറയട്ടെ, MT ഇത് പറയേണ്ട സമയത്ത് പറഞ്ഞു, അല്ലെങ്കിൽ പറയേണ്ട സമയത്ത് അത് വീണ്ടും പറഞ്ഞു. നേരത്തെ പറഞ്ഞാണിത്, വീണ്ടും പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്താ പ്രധാനപ്പെട്ട കാലം എന്ന് ചോദിക്കുന്നത്, ഏതു രംഗത്തും ഇപ്പോൾ അധികാരത്തിൻ്റെ കേന്ദ്രീകരണം നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അധികാരത്തിൻ്റെ കേന്ദ്രീകരണം നടക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സാഹിത്യ ലോകവും അധപ്പതിച്ചിട്ടില്ലേ? എല്ലാവരും അധപ്പതിച്ചിട്ടുണ്ട്. സാഹിത്യ ലോകം മാറി നിൽക്കില്ല. സമൂഹത്തിൽ സംഭവിക്കുന്ന അധപ്പതനത്തിൻ്റെ ഏറ്റവും ശക്തമായ റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന എഴുത്തുകാരനിലാണ്, ആവും. അപ്പോൾ ആ എഴുത്തുകാരൻ കരുതൽ പുലർത്തണം. എഴുത്തുകാരെന്ന് പറയുന്നത് ആരാ? എൻ്റെ ഒരു ചിന്തയിൽ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഉൽപ്പന്നം കൂടിയാണ്. സമൂഹത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതോടൊപ്പം തന്നെ സമൂഹത്തെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കാനോ ബാധ്യതപ്പെട്ട ആളാണ് ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത്, അല്ലേ? ഇന്നിപ്പോൾ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കാനുണ്ടോ? അല്ലെങ്കിൽ വേറെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ള സമൂഹം എന്നുള്ള ആ ഒരു സത്തയുണ്ടല്ലോ, ഇന്നുണ്ടോ ബാക്കി? ഇപ്പോൾ ഒരു പൊളിറ്റിക്സ് അവിടെ തൊട്ട് പറയാം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി, ഇന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? ശക്തമായ ഒരു ഏകീഭൂതം എന്നൊന്നും ഞാൻ പറയല്ല, എങ്കിലും പരസ്പര ധാരണയോടുകൂടി ഒരുമിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ പുതുതായിട്ട് രൂപം കൊള്ളുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ പഴയ കാലങ്ങൾ എടുത്തു നോക്കുക, ഒരു വലിയ പതനം, ചിതറിച്ചയില്ലേ? ഇത്രയധികം ഗ്രൂപ്പിസം നമ്മുടെ പാർട്ടികളിൽ അനുഭവപ്പെട്ടിരുന്ന കാലമുണ്ടോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഞാൻ പറയില്ല, അങ്ങനെ അടച്ചു പറയുന്നത് ശരിയായിരിക്കത്തില്ല. പക്ഷേ ഈ രാജ്യം ഭരിച്ചു പോന്ന, മുൻപ് ഭരിച്ചിട്ടുള്ള, ഇപ്പോഴത്തെ എന്ന് ഞാൻ പറഞ്ഞില്ല, എങ്കിലും എന്തൊരു കഷ്ടമാണ് വാസ്തവത്തിൽ. എന്തൊരു കോൺഗ്രസ് സഹയാത്രികനായിരുന്നു. ഇപ്പോഴല്ല എന്ന് പറയാനായിട്ട് ഞാൻ ധൈര്യമായിട്ട് പറയാൻ തയ്യാറാകുന്നു. വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് എന്താണെന്ന് ആരാണെന്നും അറിയാത്തൊരു കാലത്തേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. BJP പക്ഷപാതിയാണോ? അങ്ങനെയൊന്നുമില്ലല്ലോ, എനിക്കൊരു പക്ഷപാതിത്വം ഇല്ലല്ലോ. എൻ്റെ പക്ഷപാതിത്വം സത്യത്തിൻ്റെ ഭാഗത്താണ്. സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് സഹയാത്രികനാകണമെന്നില്ലല്ലോ, ഒരു സഹഭാവം പോലെ. അല്ല, അങ്ങനെയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടികളും അല്ല, അങ്ങനെ പറയില്ല. ഞാൻ അങ്ങനെ പഠിച്ച് പറയാൻ മാത്രമല്ല, പാർട്ടികളുണ്ട്, ഉണ്ടാവും. ഇല്ലെന്ന് പറഞ്ഞാൽ MTയിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. ഈ MT പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭരണാധികാരി വലിച്ചെറിയുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. സത്യമല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തേക്ക് പോവുക, അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ ഇവിടെ തന്നെ എത്രയോ മഹാന്മാരായിട്ടുള്ള പല നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ ഞാൻ ശങ്കറിൻ്റെ ഭരണം ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒട്ടേറെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്. വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള വലിയ കഴിവ് എനിക്ക് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. EMSനെ
അടുത്തു നിന്നും അകലിൽ നിന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായ ആളാണ് ഞാൻ. EMS-നെ പോലെ ഒരു നേതാവാണ് ഈ കാലത്തിൻ്റെ ആവശ്യമെന്ന് MT പറയുന്നു. അത് സത്യമാണ്. EMS-നെ പോലെ നേതാവ് എന്ന് പറയുമ്പോൾ എന്താണെന്നും MT പറയുന്നുണ്ട്. തെറ്റ് തിരുത്താനും തെറ്റ് സമ്മതിക്കാനും. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. എന്നെ കോരി തെറ്റിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. 1948 പുരോഗമന സാഹിത്യ സംഘടനയിൽ ഭിന്നിപ്പുണ്ടായി ഇല്ലേ? അപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി എഴുതുന്നത് മാത്രമേ പുരോഗമനമാവുകയുള്ളൂ എന്നൊരു പ്രമേയം വന്നു. MS ദേവദാസൊക്കെ കൊണ്ടുവന്നതാണ്, വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി എഴുതുന്ന സാഹിത്യം മാത്രമേ ഉത്തമ സാഹിത്യമാകുള്ളൂ എന്നൊരു പ്രമേയം അവതരിപ്പിച്ചു. അതിനെ എതിർത്ത ആളുകളാണ് MP പോൾ, മുണ്ടശ്ശേരി, പൊൻകുന്നം വർക്കി തുടങ്ങിയവർ. അപ്പോൾ അവർ പിന്നെ രൂപഭദ്രതാവാദം, മുണ്ടശ്ശേരിയുടെ പുസ്തകത്തെ ചേർത്തിട്ടാണ് രൂപഭദ്രതാവാദം എന്നൊക്കെ പറഞ്ഞാൽ തള്ളിക്കളഞ്ഞു. അവരെ അങ്ങ് ഒഴിവാക്കി. അപ്പോൾ ആ പാർട്ടിയുടെ ചിട്ടകൾക്കുള്ളിൽ നിന്ന് പുറത്തു പോയ ആളുകളാണ് ഒരർത്ഥത്തിൽ MP പോളും CJ തോമസും മുണ്ടശ്ശേരിയും പൊൻകുന്നം വർക്കിയും ഒക്കെ ഒരു ഘട്ടത്തിൽ വളരെ കാലത്ത്. അതിനൊക്കെ പിന്നെ അവർ മുണ്ടശ്ശേരി കുറച്ച് പാർട്ടിയോട് അടുത്ത് വന്നു, മന്ത്രിയായി, അതൊക്കെ വേറെ കാര്യം. പക്ഷേ CJ ഒന്നും ഒരിക്കലും തിരിച്ചു വന്നില്ല. CJ പോലൊക്കെയുള്ള എന്താ പറയുന്നത് ആ ഒരു താൻ പോരുമ ഉണ്ടായിരുന്ന നേതാക്കളുടെ കാലം കഴിഞ്ഞില്ല. എൻ്റെ നാട്ടുകാരനും എൻ്റെ ബന്ധുവാണ്. കഴിഞ്ഞത് പറയില്ല, എങ്കിലും കുറവാണ്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കണ്ട് 98 എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ റീജിയണൽ തിയേറ്ററിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. EM-ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രസംഗകനാണ്. എന്നെ വലിയ കാര്യം അടുത്ത് ഇരുത്തി വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ EMS പറഞ്ഞു, ഞങ്ങൾക്കന്ന് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി എഴുതുന്നത് മാത്രമേ ഉത്തമ സാഹിത്യമാവുകയുള്ളൂ എന്നൊരു വിചാരമുണ്ടായിരുന്നു. പക്ഷേ കാലം അത് ശരിയല്ല എന്ന് തെളിയിച്ചു. ഞങ്ങൾ ആ തെറ്റ് തിരുത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ. അപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമുണ്ട്, മഹാനായ EMS ഇങ്ങനെ സംഭവിച്ചൊരു തെറ്റ് തിരുത്തി എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ അന്ന് ശപിച്ചു തള്ളി തെമ്മാടിക്കുഴിയിൽ അടക്കിയ ആളുകൾക്ക് എങ്ങനെ ശാപമോക്ഷം കിട്ടും? അവർക്കെങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും എന്ന് ഞാൻ വേദിയിൽ നിന്ന് ചോദിച്ചു. MP പോളിന് ഇവിടെ തെമ്മാടിക്കുഴിയിൽ പാറ്റൂര് അടക്കിയത്. CJ തോമസിനെ നാട്ടിൽ കൊണ്ടുവന്നില്ല, ശവം വെല്ലൂർ വെച്ചാണ് മരിച്ചത്. വെല്ലൂർ ഹോസ്പിറ്റലിൻ്റെ സെമിത്തേരിയിലാണ് CJ അടക്കിയിരിക്കുന്നത്. ഓക്കെ. ഒരു തെമ്മാടിക്കുഴി ഇപ്പോഴും ഉണ്ടോ? ഇല്ല. അത് കുറേ അധികം തെമ്മാടികൾ വന്നപ്പോഴത്തേക്ക് പള്ളി അവർ തിരിച്ചെടുക്കാൻ സ്ഥലമില്ലാതെ അതുണ്ടായി. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രാജേഷിന് പറയാണ്, സത്യമായും ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ EM എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടങ്ങ് ഞെരിച്ചു എൻ്റെ കയ്യ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ്. പിന്നെ മാത്രമല്ല, പിന്നീട് എത്ര കാലങ്ങൾ അദ്ദേഹത്തോട് ബന്ധപ്പെടാൻ എനിക്ക് അവസരം. തെറ്റ് തിരുത്താൻ എന്തുകൊണ്ട് നേതാക്കൾ, ഈ കാലഘട്ടത്തിലെ നേതാക്കൾ മടിക്കുന്നു? തിരുത്താൻ പറയാൻ ധൈര്യമുള്ളവരകത്തുമില്ല. തിരുത്തിപ്പിക്കാൻ ആളില്ല. ഇല്ല, ചൂണ്ടിക്കാണിക്കുക, തിരുത്തിപ്പിക്കേണ്ട. പാർട്ടിയുടെ സംവാദങ്ങൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ച് ചർച്ച ചെയ്യാൻ എത്ര പേരിന്ന് തയ്യാറാകുന്നുണ്ട് എന്നുള്ളതൊരു വലിയൊരു പ്രശ്നമല്ലേ? പിന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അറിയാം. നമ്മളിവിടെ ഞാൻ അധ്യാപകനായിരുന്നയാളാണ്, രാജേഷ് പത്രപ്രവർത്തകനായിരുന്നു, നമ്മൾ പൊതുരംഗത്ത് നിന്ന ആളിലാണ്. അഭിപ്രായം പറയുന്ന ആളുകളെ ഇടയ്ക്കിടയ്ക്ക് നിശബ്ദരാക്കി ഒഴിവാക്കി കൊണ്ടുപോകുന്ന സമ്പ്രദായമല്ലേ എല്ലായിടത്തും കാണും നമ്മൾ. എല്ലായിടത്തും നേതൃപൂജയും വ്യക്തിപൂജയാണോ ഉണ്ടാവും? ഇതുണ്ടാവുന്നേ. ഇങ്ങനെയൊരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു അന്തരീക്ഷം പൊതുവെ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു കാലാവസ്ഥ ഉണ്ടാവും. എൻ്റെ ഒരു പിന്നെ ഞാൻ ആളുകളെ പറയുന്നില്ല എങ്കിലും ഇപ്പോൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ എഴുത്തുകാരുടെ സംഘടനയാണല്ലോ. ഞാനതിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു. പബ്ലിക്കേഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് ഞാൻ. SPCSന് വിമോചനം ഉണ്ടാക്കി കൊടുത്ത ആരാണെന്നറിയാം? G. സുധാകരനാണ്. G. സുധാകരൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് 2 കോടി രൂപ അതിന് പ്രത്യേകമായി അനുവദിച്ച് 18 കൊല്ലം, ഇതാരെങ്കിലും പറയണ്ടേ, അവിടെ ഞാൻ പറയുന്നത്, 18 കൊല്ലമായിട്ട് റോയൽറ്റി കിട്ടാതിരുന്ന നമ്മുടെ എഴുത്തുകാർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കിയത് ഒരു ഭാഗ്യക്കുറി നടത്തി ബഡ്ജറ്റിൽ പണം അനുവദിച്ചു. G. സുധാകരൻ വ്യക്തിപരമായി എടുത്ത താല്പര്യം എന്നാണ് ഞാനതിനെ കാണുന്നത്. വ്യക്തിപരമായി എടുത്ത താല്പര്യം മറക്കാൻ കഴിയാത്ത ആളാണ്. PWD മിനിസ്റ്റർ എന്നുള്ള നിലയിൽ അഴിമതിയുടെ കറ പുരളാത്ത ഒരു, എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമല്ല, വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്, ആളല്ലേ G. സുധാകരൻ അല്ലേ? സുധാകരന് വിഭിന്ന സ്വരത്തിൽ സംസാരിക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടാമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലായി. അതുപോലെ പറയാൻ ഒത്തിരി പേരുടെ പേരുണ്ട്. എങ്കിലും തൃശ്ശൂരിലൂടെ സൈക്കിളിൽ സഞ്ചരിക്കുന്ന മുൻമന്ത്രിയുണ്ട്, ഒരു മുൻമന്ത്രി രവീന്ദ്രനാഥ്. രവീന്ദ്രനാഥ് പൊളിറ്റിക്സിലില്ല സജീവമായിട്ട് നിൽക്കേണ്ട ആളല്ലേ? ആണോ? ആയിരിക്കാം. സുരേഷ് കുറുപ്പ്, കോട്ടയത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട പഴയ കൂട്ടുകാരൻ ഉണ്ട്, ഇല്ല.
അതൊരു പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പറയുമ്പോൾ എല്ലാം ഒരു പാർട്ടിയെ സംബന്ധിച്ചാണല്ലോ പറയുന്നതെന്ന് തോന്നുന്നു. കോൺഗ്രസിന് എന്താണ് കോൺഗ്രസ് സംബന്ധിക്കുന്ന കോൺഗ്രസിൻ്റെ സംസ്കാരം എന്താണെന്ന് തിരിച്ചറിയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലാണോ കേന്ദ്രത്തിലും? വ്യക്തിപൂജ അവിടെയും നല്ലതല്ല. എൻ്റെ കുടുംബ പൂജ നല്ലതല്ല, വ്യക്തിപൂജ നല്ലതല്ല. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് വരണം. ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് മെറിറ്റാണ്. ഈ പറഞ്ഞോണ്ടൊരു കാര്യം നമ്മൾ പറയാൻ ആരുമല്ല എങ്കിലും പ്രണബ് മുഖർജി ആയിരുന്നു പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നത്, മൻമോഹൻ സിംഗ് ആയിരുന്നു എന്നുള്ള സംശയം എനിക്കുണ്ട്. പ്രണബ് മുഖർജി ആയിരുന്നു ആകേണ്ടിയിരുന്നത്. മൻമോഹൻ സിംഗ് അന്ന് രാഷ്ട്രപതിയും ആയിരുന്നു എങ്കിൽ കോൺഗ്രസിൻ്റെ പിക്ചർ ഇന്ന് വേറെന്നല്ലേ? അത് സോണിയാഗാന്ധിയുടെ താല്പര്യക്കുറവ് ആരുടെയെന്ന് എനിക്കറിയില്ല, എനിക്കറിഞ്ഞുകൂടാ. ബട്ട് അതിനകത്ത് ഞാൻ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പ്രണബ് കുമാർ മുഖർജി അന്ന് പ്രധാനമന്ത്രിയാവുകയും മൻമോഹൻ സിംഗ് രാഷ്ട്രപതിയാവുകയും ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസ് പൊളിറ്റിക്സ് എന്ന് വേറൊന്നായിരുന്നെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്. സാറ് കോൺഗ്രസിനോട് സഹഭാവം കാട്ടിയ ആളാണ് അന്ന്. മാത്രമല്ല ഇന്ദിരാഗാന്ധിയെ കുറിച്ച് അതിമനോഹരമായ പുസ്തകം എഴുതിയ ആളുമാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ നയിക്കാനുള്ള പ്രാപ്തിയുണ്ടോ? ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിന് എന്താണ് പറ്റുക? കേരളത്തിൽ ഒരുപാട് മഹാരഥന്മാരായ നേതാക്കൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. കെ കരുണാകരനെ പോലുള്ള വലിയ ലീഡർ ഉണ്ടായിരുന്നു. എ കെ ആന്റണി ഇപ്പം വിശ്രമ ജീവിതത്തിലാണ്. എ കെ ആന്റണി ഒരു ജനകീയ നേതാവ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് സംശുദ്ധമായ ഒരു ജീവിതത്തിൻ്റെ ഒരു ഉടമ എന്നുള്ളതിൽ എനിക്ക് ഉമ്മൻചാണ്ടിയാണ് കുറച്ചുകൂടി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരാൾ. അതിൻ്റെ ഫലവും ഉണ്ടായി. വ്യക്തിപരമായിട്ട് ഞാൻ പറയല്ല. എ കെ ആന്റണി വളരെ സാത്വികനായ നല്ലവനായ ഒരാളാണ്, തീർച്ചയായിട്ടും നല്ലവനായ ആൾ തന്നെയാണ്. ഉമ്മൻചാണ്ടി കുറെ കൂടി റിസ്ക് എടുത്ത ആളുകളുടെ ഇടയിൽ ഓടി നടന്ന് പ്രവർത്തിച്ചയാളാണ്. അതിൻ്റെ ഫലവും അദ്ദേഹത്തിന് കിട്ടി, അതിന് അംഗീകാരവും ഇല്ല. അങ്ങനെ ഞാൻ പറയല്ല. അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ട്. അത് ജനങ്ങളുടെ ഫിലോസഫിയാണോ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയാണോ എന്നുള്ളതിനൊക്കെ ഞാൻ തർക്കത്തിലേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ജനകീയ നേതാവ് കരുണാകരനായിരുന്നില്ലേ? കരുണാകരൻ നല്ല നേതാവായിരുന്നു. പുള്ളി ആ പാർട്ടി പുള്ളിയോട് നീതി പുലർത്തിയോ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരക മന്ദിരം പോലും ഇനിയും തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ടതായിട്ടായിരിക്കുന്നത്. ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചത് അദ്ദേഹത്തിൻ്റെ ആണോ എന്ന് തന്നെ സംശയമുണ്ട്. ലീഡറെ കുറിച്ച് എന്താണ് സാർ? എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ കടപ്പാടും സ്നേഹമുള്ള ആൾ, ആരാധനയുള്ള ആളാണ് ലീഡർ. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ അത് വ്യക്തിപരമാട്ടോ, ജീവിതത്തിൻ്റെ വിഷമസന്ധികളിൽ എന്നെ വിളിച്ച് കൈപിടിച്ച് ചേർത്ത് നിർത്തിയ ആളാണ് ശ്രീ കെ കരുണാകരൻ. എനിക്ക് വലിയ വ്യക്തിപൂജയല്ല, ആരാധനയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എ കെ ആന്റണി ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. കരുണാകരനും ഉമ്മൻചാണ്ടിയും കാലയവനിയേക്ക് പിന്നിലേക്ക് മറഞ്ഞു. ഇപ്പോൾ ഒരു പുതിയ നേതൃനിര വന്നിട്ടുണ്ട്. കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, കെ സുധാകരൻ, കെ മുരളീധരൻ. ഇവരിൽ എന്ത് പ്രതീക്ഷയാണ്? എല്ലാവരും നല്ല പ്രതീക്ഷ ഉണ്ടാകണം. തീർച്ചയായിട്ടും അവർക്ക് മുമ്പോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത് അവരാണ് മുന്നിൽ. പക്ഷെ അവരിൽ ആരാണ് മുന്നിൽ എന്നുള്ളത് അത് അവർ പിന്നെ മത്സരിച്ചോടാതെ അവർ തന്നെ തീരുമാനിക്കണം. ഓരോരുത്തർക്ക് എന്താണ്, ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കണം. അല്ലേ? അങ്ങനെയല്ലേ? നേതാക്കൾ തമ്മിലുള്ള ഒരൈക്യം ഉണ്ടാവണം. അടിയുണ്ട്, അതാണ് അതെനിക്കറിയാം. എന്താണ് ഇപ്പം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം? പറയാൻ ഞാൻ ആളല്ല, രാഷ്ട്രീയ വിദഗ്ധനല്ല. പക്ഷെ ഒരിക്കലും വ്യക്തികളിലേക്ക് ചുരുങ്ങരുത്. ഓരോരുത്തരും ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കണം. തന്നിലേക്ക് തന്നെ വലിഞ്ഞ് ഒതുങ്ങി ചുരുങ്ങി കൂടുകയാണെന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, പാർട്ടിക്ക് യാതൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല, ജനങ്ങൾക്ക് യാതൊരു സേവനം അർപ്പിക്കാനും സാധിക്കില്ല. ഓരോ നേതാക്കളും അവരുടെ ഒരു ഗ്രൂപ്പിനെ കൂടെ നിർത്താൻ എന്ന് പറയാനൊക്കത്തില്ല. എല്ലാവരെ കുറിച്ചൊന്നും അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു കാര്യം ജനറലൈസ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും അവരുടെ കഴിവുകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ജനകീയ പശ്ചാത്തലമുള്ള ആളുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്ന എല്ലാവരും. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ പറയല്ല, ഏത് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോഴും ഇതല്ലേ പ്രസക്തി. ഇപ്പം തന്നെ രാജ്യത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഈ ജനുവരി 22 ശ്രീരാമക്ഷേത്രം പ്രതിഷ്ഠയുടെ കാര്യമാണ്. അതിൽ പങ്കെടുക്കേണ്ടെന്നൊരു തീരുമാനം കോൺഗ്രസ് എടുത്തു. അതൊരു ശരിയായ നിലപാടാണോ? കാരണം ഇത് വിശ്വാസമുള്ളവർക്ക് പോവുകയും വിശ്വാസം ഇല്ലാത്തവർക്ക് മാറി നിൽക്കുകയും ചെയ്യുന്നത് തെറ്റില്ല. ഇല്ല, പാർട്ടി ലെവലിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല, അത് അവരുടെ കാര്യമാണ്, പാർട്ടിയുടെ കാര്യമാണ്. പക്ഷെ അതിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു അപാകതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് പറയാണ്, എനിക്കതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. എന്താണ്? നമ്മുടെ പഴയ ആക്രമണകാരികളുടെ കാലത്ത്, ഏതാക്രമണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ജെറുസലേം ദേവാലയം ഞാൻ പോയിട്ടുണ്ട്. അവിടെ സോളമൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. പക്ഷേ 20 പ്രാവശ്യം യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ പഴയ യെരുശലേം ദേവാലയത്തിൻ്റെ അവശേഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു വെയിലിംഗ് വാൾ, വിലാപത്തിൻ്റെ മതിൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ യൂതന്മാർ വന്ന് തലയടിച്ച് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസികൾ, ഞാൻ തലയടിച്ചൊന്നുമില്ല, ഞാൻ കണ്ടിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് 20 പ്രാവശ്യത്തെ ആക്രമണം കൊണ്ട് തകർക്കപ്പെട്ടൊരു ദേവാലയമാണ്.
യെരുശലേം ദേവാലയം. ഇതുപോലെ ആക്രമണകാരികൾ, മധ്യേഷ്യയിൽ നിന്നൊക്കെ ഇവിടെ വന്ന ആക്രമണകാരികൾ ഓരോ കാലത്തും തകർക്കപ്പെട്ട എത്രയോ ആരാധനാലയങ്ങൾ ഇന്ത്യയിലുണ്ട്. ഞാൻ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. സർദാർ പട്ടേലിൻ്റെ കാലത്ത് പട്ടേലിൻ്റെ ഒരു പ്രതിമയുണ്ട് അതിൻ്റെ മുമ്പിൽ. നവീകരിച്ച വീണ്ടും പണിതുയർത്തിയ ക്ഷേത്രമാണ് സോമനാഥ ടെമ്പിൾ. പട്ടേലിൻ്റെ ഒരു പ്രതിമ അതിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ആ ക്ഷേത്രത്തിൽ പോയി നമസ്കരിച്ചിട്ടുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട്. അപ്പം ഈ ആക്രമണകാരികൾ വന്ന് ഒട്ടേറെ, അതായത് കാലത്തിന് ആധുനിക കാലത്താണല്ലോ, പുരാതന ദേവാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തകർത്ത ആരാധനാലയങ്ങളാണോ അങ്ങനെയുള്ള BJP ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള ആരാധനാലയങ്ങൾ പുനർനിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന്, അത് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മൂല്യബോധത്തെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളെ പുനഃപ്രതിഷ്ഠിക്കുക എന്നുള്ളതിനകത്ത് ഒരു സംസ്കാരത്തിൻ്റെ അംശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാബറി മസ്ജിദ് തകർത്തതിനെ സാർ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഒരു പ്രത്യേക അവസ്ഥയല്ല. ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് ശരിയായ നിലപാട്. ബാബറി മസ്ജിദിന് മുമ്പൊരു ദേവാലയം അവിടെ ഉണ്ടായിരുന്നല്ലോ, അത് ന്യായീകരിക്കപ്പെടും. അതിനപ്പോൾ ഒരു ഗവൺമെൻറ് കാര്യം ചെയ്തിട്ടുണ്ട്. ബാബറി മസ്ജിദ് തകർത്തതിനോട് യോജിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. അത് തകർക്കപ്പെട്ടുവെങ്കിൽ ഒരു വിഭാഗം ജനങ്ങൾക്ക് വേദന ഉണ്ടാക്കിയെങ്കിൽ അതിന് മറ്റൊരു ദേവാലയം നിർമ്മിക്കാനുള്ളൊരു അവസരം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കണം. ഞാൻ ജാതി മതവും ഇല്ലാത്ത ആളാണ്, അറിയായിരിക്കും ഏകദേശം. അതുകൊണ്ടാണല്ലോ കേരളമോദിയിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. പലരോട് ചോദിക്കാറുണ്ട്, ഒരു വിഷമം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കിയില്ലെങ്കിൽ എന്നാ സാറിന് കേരളമോദിയോ ഇല്ലേ എന്നോട് ചോദിക്കാറുണ്ട്. കാരണം പത്രാധിപ സുകുമാരൻ എന്നെ ചേർത്ത്, മോനെ പോലെ ചേർത്ത് നിർത്തിയ ആളാണ്, അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് എൻ്റെ നെറ്റിയിൽ കുരിശുമില്ല, ചന്ദനക്കുറിയില്ല, അല്ലെങ്കിൽ വേറെ ഒരു അടയാളവും എൻ്റെ നെറ്റിയിലില്ല. പറഞ്ഞു വന്നതിലേക്ക് വരുമ്പോൾ തിരിച്ചു വന്നാൽ ഈ നഷ്ടപ്പെട്ട ആരാധനാലയങ്ങൾ, ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരം അങ്ങ് പറയട്ടെ എങ്ങനെയാണ് അനുസരിച്ച് നോക്കുമ്പോൾ ഒരു മൂർത്തിയുണ്ട്. ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ അവിടെ അയ്യപ്പസ്വാമിയുണ്ട്, ഗുരുവായൂർ ചെല്ലുമ്പോൾ കൃഷ്ണനുണ്ട് അവിടെ, ഇല്ലേ? ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും അവിടെ ഒരു ആരാധനാ മൂർത്തിയുണ്ട്. പക്ഷെ മറ്റു ചില മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രാർത്ഥനാലയങ്ങൾ മാത്രമാണ്. അവിടെ ആരാധനാലയമല്ലത്, പ്രാർത്ഥനാലയമാണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രാർത്ഥനാലയം പിന്നെ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ മറ്റൊരാരാധനാലയം നിർമ്മിച്ച് അതിൻ്റെ പിന്നെ ന്യൂനത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതുപോലെയല്ല ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ ശബരിമല ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടാൽ അതിന് പകരം വേറെ ശബരിമല ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. ഗുരുവായൂർ ക്ഷേത്രം, ഞാൻ അങ്ങനെ പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല. അതിനെന്തെങ്കിലും ഒരു കേട് സംഭവിച്ചാൽ മറ്റൊരു ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. ഒന്നും വേണ്ട, ഞാൻ പറയട്ടെ, ടിപ്പുവിൻ്റെ പടയോട്ടത്തെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ ഒത്തിരി സംവാദങ്ങളിൽ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ടിപ്പുവിൻ്റെ പടയോട്ടം നടന്ന സമയത്ത് അത് തിരുവിതാംകൂറിലേക്ക് പ്രവേശിച്ചിരുന്നെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് പ്രവേശിച്ചിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു കല്ലിളകിയിരുന്നെങ്കിൽ എന്തായിരുന്നതിന് നമ്മുടെ വികാരം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു രീതി നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും എല്ലാം വീണ്ടെടുക്കുകയാണ് ഇപ്പോഴത്തെ ഭരണകൂടം ചെയ്യുന്നതെന്ന് പറയാം. അല്ല, അങ്ങനെ ഫ്ലാറ്റായിട്ട് ഞാൻ പറയല്ല. അതിലെല്ലാം ഒരു രാഷ്ട്രീയ അജണ്ട ഇല്ലേ? അത് അവരുടെ കാര്യം. പക്ഷേ രാമജന്മഭൂമിയിൽ ഒരു രാമക്ഷേത്രം വരുന്നു എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് അത് നല്ല കാര്യമാണ്. ആരും ചിന്തിക്കുന്നയാളെ ഞാൻ. അവിടെ ശ്മശാന ഭൂമിയിലെ പോലെ ഇളകിയ കല്ലുകൾ കിടക്കുകയല്ല, ആ കല്ലുകൾ കൂടി ചേർന്നൊരു ക്ഷേത്രം ഉണ്ടാകുമെങ്കിൽ ശ്രീരാമചന്ദ്രനെ ഭക്തിപൂർവ്വം നമസ്കരിക്കുന്ന ഒരു രാമായണം വായിച്ച് ആ സംസ്കാരം ഉൾക്കൊണ്ട ഒരാൾ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ മഹാഭാരതം പഠിപ്പിച്ചും ആ സംസ്കാരം ഉൾക്കൊണ്ട ആൾ എന്നുള്ള നിലക്ക് ഞാൻ ഒരു നല്ല ഇന്ത്യക്കാരനാണ്, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ സാറിൻ്റെ സാഹിത്യ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉൾക്കടലിന് 45 വർഷത്തോളം അതിൽ കൂടുതലായി. അന്നേരം എന്താണ് ഉൾക്കടലിലേക്ക് ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ റീനയും രാഹുലിനും ഒക്കെ എവിടെ നിൽക്കും? എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ സഞ്ചരിച്ച വഴികളിലൂടെ രാഹുലൻ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. അവരിപ്പോഴും സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഉണ്ടോ? എല്ലാവരും ഉണ്ടെന്നേ, എല്ലാവരും ഉണ്ട്. പക്ഷെ അവരവരുടെ സത്യമാണ്, അവരുടെ സ്നേഹമാണ്,
അവരുടെ പ്രണയമാണ് ജീവിക്കുന്നത്. വ്യക്തിയേക്കാൾ അപ്പുറത്തേക്ക് ഇവരെല്ലാം സംഭാവന ചെയ്ത ഒരു പ്രണയ സങ്കല്പനമുണ്ട്, അല്ലേ? അതെ, ഇല്ലേ? എനിക്ക് എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ആ പ്രണയം ഇപ്പോഴും ഉണ്ടോ? ഞാൻ പറയും എൻ്റെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനിപ്പോൾ രാജേഷിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള എൻ്റെ ധൈര്യം എന്ന് പറയുന്നത്, എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള പ്രണയമാണ്, എനിക്ക് സ്നേഹമാണ്. ഞാൻ ഇന്ന് വരെ ഇത്രയും നമ്മൾ സംസാരിച്ച വിവാദപരമായ ഒത്തിരി കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒരു ദുഷിച്ചൊരു വാക്ക് പറയാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സിലതില്ല. പക്ഷേ അന്നത്തെ പോലെ അല്ലെങ്കിൽ ഉൾക്കടലിൽ സാർ ആവിഷ്കരിച്ച ആ അനുഭവപൂർണമായ പ്രണയം അത് ഇന്നുണ്ടോ? ഇന്ന് ഇപ്പം നമ്മൾ വായിക്കുന്ന മുഴുവൻ ഒത്തിരി പ്രണയിച്ച പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്ന കാമുകന്മാരുടെ കാലമല്ല. അതെ, ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ വ്യവസ്ഥാപിതമായ കാര്യങ്ങൾ പോകണം, ഒരു ഭാവമുണ്ടാവണം, പരസ്പരം ബഹുമാനിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നത്. എങ്ങും ആശ്രയമില്ല എന്ന് തോന്നുമ്പോൾ അനാഥത്വം ഉണ്ടാവും. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വരാൻ നമുക്ക് കഴിയില്ല എന്ന് അണികൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശൈഥില്യം ഉണ്ടാവും, ഇല്ലേ? ഭയം നമ്മെ ഭരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്കവിടെ ചേർന്ന് നിൽക്കാൻ, ഹൃദയം ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ യുവത്വത്തിന്, നമ്മുടെ ബാല്യത്തിന് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒട്ടേറെ അനാഥത്വം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നു. നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന പാഠം എന്താണ്? മുതിർന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ ചുറ്റും നോക്കിയാൽ, എൻ്റെ ചുറ്റുപാട് നോക്കിയാൽ 18 വയസ്സ് കഴിഞ്ഞ് ഒരെണ്ണം പോലും ഇല്ല. എല്ലാം കേരളം വിട്ടു. അപ്പോൾ ഗൾഫിൽ പോയി. ഓക്കെ, പണ്ട് ഇവിടെ നേഴ്സുമാർ ആദ്യം ഇവിടുന്ന് ഗൾഫിൽ പോകുമായിരുന്നു, പിന്നെ അവർ ജർമ്മനി പോകും. കുറേ കഴിയുമ്പോൾ ജർമ്മനിയിൽ നിന്നെല്ലാം കൂടെ അമേരിക്കയിലേക്ക് 65-ൽ കെന്നഡിയുടെ ഭരണം വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ അമേരിക്കയ്ക്ക് കുടിയേറി പാർത്തു. ഈ പോയത് ആരെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ? വരുന്നില്ല. അവിടെ സുഖമായിട്ട് അവർ ജീവിക്കാവുന്ന സങ്കല്പം അല്ലെങ്കിൽ തലമുറയെ നാട്ടിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഇല്ല, അത് കണ്ടിട്ടാണ് പുതിയ തലമുറ വരുന്നത്. അവരുടെ സുഖങ്ങളും അവരുടെ സ്വസ്ഥതയും കണ്ടിട്ടാണ് വരുന്നത്. അപ്പോഴാണ് ഇവിടെ രാത്രി പെൺകുട്ടിയുടെ തലമുടിയിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് അവിടെ ബ്ലൗസ് കീറുന്ന പോലീസിനെ കാണുന്നത്. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഒരു പെൺകുട്ടിയെ കണ്ണൂരിൽ എവിടെയായാലും ഒരു പെൺകുട്ടിയെ കോൺഗ്രസ് മാർച്ചിനിടയിലാണ് അത് അവളുടെ തലമുടിയിൽ ഒരു പോലീസുകാരി ചവിട്ടി പിടിച്ചുകൊണ്ട് ബ്ലൗസ് കീറുന്നത്. ഞാനാണെങ്കിൽ പിറ്റേ ദിവസം ആ തൊപ്പിയും വെച്ചുകൊണ്ട് യൂണിഫോം ഇട്ട് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. വേറെ കാര്യം അപ്പോൾ പറഞ്ഞു തന്നതല്ല. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ പിള്ളേർ വരുന്നത്. വരുമ്പോൾ എന്താണ്? അവർക്ക് അരക്ഷാബോധമാണ്, ഒരു സുരക്ഷിതത്വമില്ല. അങ്ങനെ വരുമ്പോൾ രാജേഷ് ഞെട്ടിപ്പിക്കുന്ന കാര്യം ഞാൻ പറയാം. ഞാൻ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുന്നത് കൊണ്ട് പറയുകയാണ്. കുറേ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രവർത്തനം ഞാൻ നടത്തുന്നുണ്ട്. ഡ്രഗ്സിൻ്റെ ഉപയോഗം മറ്റേതൊരു കാലത്തേക്കാളും കൂടിയിരിക്കുകയല്ലേ കേരളത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും. ബാംഗ്ലൂർ ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ കേരളം എങ്ങനെയാണെന്ന് പറയാം, ലഹരിയുടെ പിടിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ അതിനെതിരായിട്ട് ഇതിനിടയിൽ പ്രണയത്തിൻ്റെ എവിടെയാണ് സ്ഥാനം? പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് ആ പ്രണയം നിലനിന്നിരുന്നെങ്കിൽ അതൊരു ലഹരിയായിട്ട് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രണയത്തിൻ്റെ ലഹരി നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ ഒറ്റതിരിഞ്ഞ് ഏകാഗിയായി ചുറ്റിത്തിരിയാനുള്ള പെൺകുട്ടികൾ പോലും ഇന്ന് ലഹരിയുടെ പിടിയിലേക്ക്. പ്രണയത്തിൻ്റെ സ്ഥാനത്ത് അവിഹിത ബന്ധങ്ങൾ പെരുകുന്നു. അവിഹിത ബന്ധങ്ങളെന്ന് ഞാൻ പറയില്ല, അങ്ങനെ എനിക്കറിയാൻ വയ്യ. പക്ഷേ ഒരു നിരാശത ബോധം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മാന്യതയില്ലാത്ത ജീവിതക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം വലിയ അംഗീകാരവും കിട്ടുന്നുണ്ടോ? അത് നമ്മുടെ ആളുകൾ കൊടുക്കുന്നതല്ലേ. അല്ല, നമ്മുടെ നീതിപീഠം ഉൾപ്പെടെ പല കാര്യങ്ങളിലും അംഗീകാരം. നമ്മുടെ എഴുത്ത് വഴികളിൽ എന്താ കാണുന്നത്? ഒരു സ്ത്രീയെ അപമാനിക്കുന്ന ഒരു വർത്തമാനം ഞാൻ ഇന്നുവരെ എഴുതിയിട്ടില്ല. കാരണം സ്ത്രീ അമ്മയാണ് എന്ന് ഞാൻ പണ്ടേ പഠിച്ചത് മറന്നിട്ടില്ല. പക്ഷെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു വാക്കെഴുതിയാൽ അത് ആഘോഷിക്കപ്പെടുന്ന കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാണാൻ അമ്പലങ്ങളിൽ പോകുന്നത് പോലും അത് ആണ് ഭോഗത്തിന് ആളെ ക്ഷണിക്കാനാണെന്ന് പറയുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ സൂചിപ്പിച്ചത്. യാദൃച്ഛികമായോ അല്ലെങ്കിൽ പെട്ടെന്നൊരു കൊമേഴ്സ്യൽ ലക്ഷ്യത്തോടെ എഴുതപ്പെടുന്നതാണെങ്കിൽ പോലും അത് ആഘോഷിക്കാൻ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാർ വരെ. അത് ഞാനതിലേക്ക് ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നില്ല. നല്ല കഥകൾ എഴുതിയിട്ടുള്ള ആളുകളെ, ചെറുപ്പക്കാർ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അവരൊക്കെ മുമ്പോട്ട് വരണം. പക്ഷെ അത് ഒഴിവാക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ഒഴിവാക്കണം തീർച്ചയായിട്ടും. വേണ്ടേ? അതെ, യഥാർത്ഥ പ്രണയം ഇപ്പോഴും ഉണ്ടെന്ന് സാർ ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഭൂമിയില്ലല്ലോ, അല്ലെങ്കിൽ ജീവിതമില്ലല്ലോ. സ്ത്രീ കുറെ കൂടെ പണ്ട് ഇപ്പോൾ രാഹുലിന് റീനയോട് പ്രണയം പങ്കുവയ്ക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ വളരെ വിരളമായിരുന്നു. ഇന്ന് അങ്ങനല്ലല്ലോ. ഇതിപ്പോ ഒരു മൊബൈൽ ഫോണിന്റെ അല്ല, അതിപ്പോ എന്നാ വെച്ചാൽ ഈ 40 കൊല്ലം മുമ്പുള്ള പ്രണയം അതുപോലെ ഇന്നുണ്ടാവും നമ്മൾ വിചാരിക്കുന്ന വിഡ്ഢിയാണ് നമ്മൾ.
അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതിന് പല ഭാവങ്ങളുണ്ടായിട്ടുണ്ട്. ഭാവമാറ്റം വന്നു. പക്ഷെ പ്രണയത്തിൻ്റെ നീരുറവ ഇപ്പോഴും ഉണ്ട്, ഹൃദയത്തിലുണ്ട്. അത് വറ്റി വരണ്ടു പോയി. അത് വറ്റി വരണ പിന്നെ ജീവിതമില്ല ഇല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നത്. എഴുത്തില്ല, കുറെ കൂടെ സ്വാതന്ത്ര്യബോധം ഉൾക്കൊള്ളണമല്ലോ. അതിനാണ് ഉണ്ട്, നല്ല കാര്യമാണ്. അതാണ് നമ്മൾ ആഗ്രഹിച്ചത്. എന്താണ് അത്? ഞാൻ പറയട്ടെ, നമ്മുടെ പിന്നെ മൂല്യസങ്കല്പന എന്തോന്നാണ്? നമ്മുടെ ഈശ്വര സങ്കല്പനം. ഞാൻ ആദ്യം മതമൊന്നുമില്ല, അവിടെ വെച്ചിട്ട് ഞാൻ പറയാണ്, മഹാവിഷ്ണുവിനെ ലക്ഷ്മി യോട് ചേർത്തല്ലേ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? ആണല്ലോ. മഹാദേവനെ ശ്രീപാർവതിയോട് ചേർത്തല്ലേ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? അതല്ലേ നമ്മളൊരു, അല്ലെങ്കിൽ ബ്രഹ്മാവിനെ സരസ്വതിയോട് ചേർത്തല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ഭാവം അതല്ലേ, അല്ലേ? അപ്പം അതുകൊണ്ട് അതൊരു അപാകതയല്ല, നല്ലതാണ്. അങ്ങനെ വേണം. ചതിയന്മാരായ കാമുകന്മാരെ വലിച്ചെറിയാൻ ആർജവം കാട്ടുന്ന കാമുകിമാരുടെ കാലമാണ് ഉണ്ടാവണം. ഞാൻ സാക്ഷരതാ ഡയറക്ടറായിരുന്നു കേരളത്തിൽ, അറിയാമല്ലോ. ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം എന്നറിയാമോ? വുമൺ എംപവർമെൻറ്റ് എന്നത്. സ്ത്രീ ശാക്തീകരണം. സ്ത്രീയെ ശാക്തീകരിക്കുക, എംപവർ ചെയ്യുക എന്നുവെച്ചാൽ അവൾ അടിമയല്ല. ഒരു വീട്ടിൻ്റെ ഉള്ളിലോ എന്തിനാ ചില ജില്ലകളിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോയപ്പോഴത്തേക്ക് 10ാം ക്ലാസ്സിൽ വരുമ്പോൾ പെൺകുട്ടികളില്ല. കാരണം ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, ആ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ എവിടെയെങ്കിലും പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പെൺകുട്ടികളെല്ലാം കല്യാണം, നല്ല സുന്ദരി കുട്ടികളാണ് കേട്ടോ, അവരെല്ലാം വിവാഹം ചെയ്തു കൊടുക്കും. അത് ഈ പ്രായപൂർത്തി എത്തുന്ന ആ സമയത്ത്. വിവാഹം പോലും വേണ്ടെന്ന് വെക്കില്ല. ആ സമയത്ത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ മാഷന്മാർ പറഞ്ഞു, സാർ 10ാം ക്ലാസ്സിൽ പെൺകുട്ടികളില്ല, അവരെല്ലാം കെട്ടിച്ചു വിട്ട് കഴിയുന്നു. നമ്മൾ ആ വീടുകളിലൊക്കെ പോയി, സാക്ഷരതയുടെ ജോലിയല്ല എങ്കിലും പല വീടുകളിലും അത്തരം വീടുകൾ പഠിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ ചെന്നിട്ട് കരഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഈ കുട്ടിയെ നമുക്ക് പഠിപ്പിക്കണം. അതിൽ 4 പേര് പഠിച്ച് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി എന്നുള്ളതിലൊരു അഭിമാനം എനിക്കുണ്ട്. സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവായ ഘടകം സ്ത്രീകളുടെ ഒരു മുന്നേറ്റമാണ്, അല്ലേ? അവരിലുണ്ടായ ഒരു സ്വാതന്ത്ര്യ ബോധമാണ്, അല്ലേ? അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. നല്ല കാര്യമാണ് അത് അവർ തൊഴിലാളികൾ. ഇപ്പം പണ്ടെങ്ങനെയാണ് സ്ത്രീക്കൊരു എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കുന്നില്ലല്ലേ, ഭിക്ഷ കൊടുക്കുന്നില്ലല്ലേ കൂലി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് കണക്ക് പറയുന്നില്ലേ? നമ്മുടെ പിന്നെ സമൂഹത്തിൽ നടക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി, ഞാൻ അതിനെയൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. എന്തോ ഒരു സഹോദരിമാർക്കാണ് അവരുടെ കൂട്ടം ചേർന്ന് അവർ തൊഴിൽ ചെയ്യുന്നത് മാത്രമല്ല, ഒരു സംസ്കാരമുണ്ട്. എത്ര പേരാണ് അങ്ങനത്തെ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് നമ്മൾ കഴിക്കുന്നത്, ഇല്ലേ? അത് സാറിന്റെ പുതിയ സാഹിത്യ രചനകൾ ഇനി എന്താണ്? ഞാനൊരു പുതിയ കഥകളുടെ സമാഹാരം വന്നു, ശിവഗംഗ എന്ന പേരിൽ പുതിയ കഥാസമാഹാരം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ച ശേഷം പിന്നെ സാറിനെ ഇപ്പോഴും നമ്മൾ നേരിട്ട് കാണുന്നില്ലേ? അല്ല, നേരിട്ട് കാണുന്നതല്ല, ഒരു ഇന്റർവ്യൂ പലവണ ഇരുന്നിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും പുതിയ നോവലിന്റെ രചന, പുതിയ നോവൽ ഞാൻ പ്രണയ നോവലാണോ? പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം എനിക്ക് എഴുതാൻ പറ്റില്ല രാജേഷ്. രാജേഷ് എന്നോട് ചോദിച്ചൊരു ചോദ്യം രാജേഷ് ഓർക്കുന്നുണ്ടോ? ആരാണ് സാറെന്ന്? നിങ്ങൾ ആരാണ് ഇങ്ങനെ ചോദിച്ചു. ആരാണ് സാറിനൊന്നുമല്ല ചോദിച്ചു, താങ്കൾ ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഉഴവുചാലിൽ കിളിർത്ത ഒരു ചെടി ആണ്. ഉഴവുചാലിൽ കിളിർത്ത ചെടിയുടെ ജീവിതം എന്താണ്? അടുത്ത ഉഴവ് വരുമ്പോഴത്തേക്ക് ഇതങ്ങ് മറിഞ്ഞു പോകും, അല്ലേ? അത്രയേ ഉള്ളൂ അതിൻ്റെ ആയുസ്. ആവില്ല. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞ ഉത്തരം, ഉഴവുചാലിൽ കിളിർത്തൊരു ചെടിയാണ് ഞാൻ. ആരോ കരുണ തോന്നി എന്നെ അവിടെ നിന്ന് പിഴുതെടുത്ത് കരഭൂമിയിൽ നട്ടു. സ്നേഹം തോന്നി, പ്രണയം തോന്നി, വെള്ളമൊഴിച്ചു, വളമിട്ടു. അത് വളർന്ന് ഒരു ചെറുമരമായി, വൻമരമായില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം, ഞാൻ പറഞ്ഞു എന്നെക്കുറിച്ച്, വൻമരമായില്ല. പക്ഷേ അത് ഇടയ്ക്കിടെ അത് തളിർക്കുകയും ഇടയ്ക്കിടെ പൂക്കുകയും ചെയ്തു. അതിൽ കായ്കൾ വിരിഞ്ഞു. അതാണ് ഞാൻ എന്ന് എന്നെ കൊണ്ട് പറയിച്ചത് VS രാജേഷ് എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, എൻ്റെ ആത്മകഥയിലുണ്ട്, ആത്മകഥയിലുണ്ടത്. എന്ന് പറഞ്ഞാൽ അതൊരു എന്നെ അറിയാൻ താങ്കൾ ഉന്നയിച്ചൊരു ചോദ്യത്തിൻ്റെ സത്യസന്ധമായ ഉത്തരവായി പറഞ്ഞത്. അന്നേരം അടുത്ത വരാൻ പോകുന്ന നോവലാണ്. ഇപ്പം നമ്മൾ ആ തുടക്കമിട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ സാമൂഹിക പ്രതിബദ്ധത ഒരു എഴുത്തുകാരന് വേണോ വേണ്ടയോ എന്നുള്ള വാദത്തിന് ഒരുപാട് പഴക്കമുണ്ട്. പക്ഷേ വേണ്ടേ? സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നതിനകത്ത് 2 അർത്ഥമുണ്ട്. അത് ഇന്നത്തെ സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അധികാരത്തിൻ്റെ സ്തുതിപാഠകനായിട്ട് മാറുക എന്ന് ചിലപ്പോൾ തെറ്റായിട്ട് വ്യാഖ്യാനം. എഴുത്തൊരു സന്ദേശം നൽകണമെന്നുണ്ട്. എഴുത്തുകാരൻ എഴുത്തിനോട് കമ്മിറ്റഡ് ആയിരിക്കണം. എഴുതുന്ന ഓരോ വാക്കും അവൻ്റെ ആത്മാവിൽ നിന്ന്, ഞാൻ പറയല്ല, അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയായിരിക്കണം. അവൻ്റെ ഹൃദയത്തിൻ്റെ രാഗം ആയിരിക്കണം അവൻ്റെ എഴുത്ത് എന്ന് പറയുന്നത്. ആണോ? ആ എഴുത്തുകാരനായി എന്നെ ഉണ്ടാക്കുന്നത് എന്താണ്? എന്നെ രൂപപ്പെടുത്തുക, എൻ്റെ നിർമ്മിതി എന്താണ്? രാജേഷ് എന്ന പത്രപ്രവർത്തകൻ്റെ നിർമ്മിതി എങ്ങനെയാണ്? നിങ്ങൾ ജീവിക്കുന്ന ഒരു ലോകമുണ്ട്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളുണ്ട്,
നിങ്ങൾ വിശ്വസിക്കുന്ന പിന്നെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളുണ്ടെങ്കിൽ അതുമുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് താങ്കൾ എന്ന പത്രപ്രവർത്തകൻ ഉണ്ടാകുന്നത്. എന്നത്തെ പോലെ എഴുത്തുകാരനായി ഞാൻ ഉണ്ടാകുമ്പോൾ ഞാൻ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളുണ്ട്, ഒത്തിരി വായിച്ചിട്ടുണ്ട് ഇല്ലേ. രചനകളിലൂടെ ഞാൻ രൂപം പ്രാപിച്ച വികസിച്ച് വന്ന എഴുത്തുകാരനായി ഞാനുണ്ട്. ഞാൻ പിന്നെ എൻ്റെ കർമ്മ മേഖലയുണ്ട്, എന്തോരം പേരുണ്ട്. എൻ്റെ പ്രണയമുണ്ട്. ഞാൻ കൊടുത്ത പാവപ്പെട്ട ആളുകൾക്ക് വലിയ കൈത്താങ്ങൊന്നും കൊടുത്തില്ലെങ്കിലും ആ വീണ് പോയവരെ താങ്ങാനായിട്ട് സാക്ഷരതാ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴായാലും മറ്റു രംഗങ്ങൾ പ്രവർത്തിക്കുമ്പോഴായാലും സാറിൻ്റെ ഒരു വലിയ സംഭാവന ഈ ലോകത്തുണ്ടല്ലോ. സാറ് തന്നെ നമ്മളൊരു സ്വകാര്യ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്, സാർ ഇപ്പോഴും എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ട്, അവതാരിക എഴുതി അവതാരികയ്ക്ക് വേണ്ടി വരുന്നവരെ നിരാശപ്പെടുത്തുന്നില്ല. പുസ്തകം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പുസ്തക പ്രകാശനം ചെയ്ത സാഹിത്യകാരനാണ്, ആരെയും നിരാശപ്പെടുന്നത്. അതിന് സാറ് പറഞ്ഞ മറുപടി, എനിക്ക് ഒരുപാട് സൊസൈറ്റി തന്നു, ആ സൊസൈറ്റിക്ക് ഞാൻ തിരിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു എൻ്റെ സുഹൃത്ത് പഴയൊരു മന്ത്രി മുല്ലക്കര നായരൻ എന്നോടൊന്ന് ചോദിച്ചു, സാർ ഒത്തിരി പിന്നെ അവതാരിക എഴുതുന്നു, ഒത്തിരി പ്രകാശനത്തിൽ പോകുന്നു, ഇതിനെ മെനക്കെടാതിരുന്നാൽ വേറൊരു പുസ്തകം നല്ലത് എഴുതാൻ കഴിയില്ലേ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിതിനിടയ്ക്ക് 55 പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊന്ന് എന്ന് പറഞ്ഞാൽ, എൻ്റെ മുമ്പിൽ ഒരു നാട്ടിൻപുറത്തെ ഒരമ്മ റിട്ടയർ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു പുസ്തകം തന്നിട്ട് സാർ ഇതൊന്ന് വായിച്ചു നോക്കി 2 വരി എഴുതി തരണം എന്ന് പറയുമ്പോൾ നോ പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം അപ്പം ഞാൻ എൻ്റെ നാട്ടിൻപുറത്തേക്ക് പോകും. ഒരു കുട്ടിയായിരുന്നു ഞാൻ, മനസ്സിലായില്ലേ, എൻ്റെ ചുറ്റുപാടും ജീവിച്ച. എന്തിനാ രാജേഷ് DC ബുക്സ് ചെന്നിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ ഒരൊറ്റ മുണ്ട് മുറുക്കി ഉടുത്തിട്ട് തോളത്ത് ഒരു തോർത്ത് വിട്ട്, ബ്ലൗസിൻ്റെ മുകളിൽ ഒരു തോർത്തായിട്ടിരിക്കുന്നത്, തോർത്താണ് ഇട്ടിട്ട് എന്നിട്ട് ഒരു ഹൃദയരാഗം വേണമെന്ന് പറഞ്ഞു. ബാബു എന്നോട് പറഞ്ഞതാണ്, DC ബുക്സിലെ ബാബു, ഒരു ഹൃദയരാഗങ്ങൾ വേണം. നാട്ടിൻപുറത്ത് ഇങ്ങനെ വന്നതാണ്. എന്താ അതിൻ്റെ വില? 399 രൂപയാണ്. അപ്പോൾ ഇവർ 400 രൂപ എടുത്തു കൊടുത്തു. അപ്പോൾ ബാബു അതിൻ്റെ കമ്മീഷൻ കഴിച്ച് 280 രൂപ എന്താ കഴിച്ചിട്ട് ബാക്കി തിരിച്ചു കൊടുത്തു. അപ്പോൾ ആ അമ്മ ചോദിച്ചെന്നറിയാമോ, ഇത് പുസ്തകത്തിൻ്റെ വില ഇത്ര ഉണ്ടല്ലോ എന്ന് സാറിന് നഷ്ടം വരത്തില്ലേ, അത് വേണ്ട, അത് വേണ്ട, റോയൽറ്റിയെ ബാധിക്കുമെന്ന് എന്ന് പറഞ്ഞ ഒരമ്മ ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിൽ വന്നപ്പോൾ അല്ലേ. അതേസമയത്ത് നമ്മുടെ മഹാന്മാരായ ആളുകൾ വലിയ വർത്തമാനം പറഞ്ഞിട്ട് പുസ്തകം വായിച്ചെന്ന് ചോദിച്ചാൽ അവർ വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, ഒരു നേതാവ് പ്രസംഗിച്ചെന്നറിയോ, ഓണക്കുറിച്ച് അവരുടെ പുസ്തകം എഴുതിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച്. എന്താണ്, പർവ്വതങ്ങളിലെ കൊടുങ്കാറ്റ്. പർവ്വതങ്ങളിലെ കാറ്റുള്ളൂ, കൊടുങ്കാറ്റൊന്നുമില്ല. ഞാൻ പറയുന്നത് ആളുകൾ വായിക്കുന്നത് ഇങ്ങനെ ആളുണ്ട്, അവർക്ക് അവബോധമുണ്ട്. നാട്ടിൻപുറത്തെ ഈ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന പുസ്തകം വായിക്കുന്നുണ്ട്. സാക്ഷരതയും കൊണ്ട് നടന്നപ്പോൾ ഞാൻ ഓർത്തെന്നറിയാമോ, എത്രയും അമ്മമാരാണ് അന്ന് റേഡിയോ ട്രാൻസിസ്റ്റർ അടുക്കളയിൽ വെച്ചിട്ട് അടുക്കള ജോലി ചെയ്യുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ പകരുന്നത്. അപ്പോൾ അവസാന ചോദ്യം, MT പറഞ്ഞതിൽ നിന്ന് എന്താണ് കേരളം പഠിക്കേണ്ടത്? കേരളം പഠിക്കേണ്ടത് ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രമല്ല, സത്യസന്ധതയിൽ ഉറച്ചു നിന്നിട്ട് നീതിബോധത്തോടു കൂടി നന്മ ചെയ്യാനുള്ളൊരു ധൈര്യമുണ്ടാവണം. ഏതൊരു വ്യക്തിയും നമ്മുടെ അടുത്തിരുന്ന വ്യക്തി നമ്മളെക്കാൾ വലിയവനാണ്, ചെറിയവനല്ല എന്നുള്ളൊരു സമഭാവനയ്ക്കപ്പുറം നിൽക്കുന്ന ഒരു നീതി ബോധം നമുക്ക് ഉണ്ടാവണം. രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ ഒരു നീതിബോധത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കണം. ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രമല്ല ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.